ഹലോ. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു മിനി വ്ളോഗ്, കുട്ടി മിനി വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാവേ. അപ്പം ഇതാണ് എനിക്ക് ആദ്യം വൃത്തിയാക്കേണ്ട സ്ഥലം, എൻ്റെ റൂം. ഗൈസ് ആകെപ്പാടെ മെസ്സായി കിടക്കാണ്. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ എൻ്റെ ഓരോ കലാവിരുദ്ധകളാണ്. എല്ലാം എൻ്റെ ഓരോരോ കോപ്രായങ്ങളാണ് കേട്ടോ. ഞാൻ ഉറച്ച് വെക്കുന്ന കോപ്രായങ്ങളാണ്. അപ്പം എനിക്ക് ഇതേ ബെഡ്ഷീറ്റൊക്കെ മാറ്റണം, പില്ലോ കവറൊക്കെ മാറ്റണം. ഇപ്പം ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഒരാഴ്ച കേട്ടോ. ഒരാഴ്ച ഞാൻ എങ്ങനെ ഇട്ടിരുന്നെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. മടിയായിരുന്നു സത്യം പറഞ്ഞാൽ. 3 ദിവസമൊക്കെ കൂടുമ്പോൾ 4 ദിവസം കൂടുമ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റുന്നതാണ്. മടി കാരണം ഞാനിതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് കണ്ടോ, വാഷ് ചെയ്ത് വെച്ചേക്കുന്ന തുണിയാണ്. ഇതുപോലും എനിക്കെടുത്ത് അടുക്കി അലമാരിയിൽ വെക്കാനുള്ളൊരു മടിയാണ് കേസ്. ടൈമല്ല, മടിയായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഗ്ലാസ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വരുന്ന ഗ്ലാസ്സുകളാണ്. പക്ഷേ ഇത് ഞാൻ കൊണ്ട് അടുക്കളയിൽ വെക്കാനുള്ള മടി കാരണം അവിടെ കൂട്ടിയിരിക്കും. അങ്ങനെ അമ്മ അലച്ച് ഗ്ലാസ് കണ്ടില്ല എന്ന്. അപ്പോഴാണ് ഞാനിങ്ങനെ ഓരോ മൂലയിൽ നിന്ന് ഇതിങ്ങനെ പറക്കി എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കാണാവേ. അപ്പോൾ ദേ ഗൈസ്, ഞാൻ റൂമൊക്കെ ക്ലീനാക്കി നീറ്റാക്കിയിട്ടുണ്ട്. ബെഡ്ഷീറ്റൊക്കെ മാറ്റി, പില്ലോ കവറൊക്കെ മാറ്റി, എന്താ പറയുക, AC-ൻ്റെ ഫിൽറ്റർ, ഫാനിൻ്റെ ഒത്തിരി വലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ച് ഡ്രസ്സ് ഒക്കെ അടുക്കി പറക്കി വെച്ച്. അപ്പോൾ ഇനി അടുത്ത് ക്ലീൻ ചെയ്യാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ഫ്രിഡ്ജാണ്. ഇതെന്ന് പറയുന്നത് ലോകത്തുള്ള സകലമാന സാധനങ്ങളും എൻ്റെ അമ്മ ഇതിനകത്താണ് കൊണ്ട് തള്ളുന്നത്. അത് മിക്ക വീടുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ഇത് കണ്ടില്ലേ, കറികളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് ഓരോന്നായിട്ട് പുറത്ത് വെച്ചത് ഓരോന്നും ഇത് ഇളക്കി എനിക്ക് കഴുകണം. അതുമാതിരി അഴുക്കുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ഒന്നുകൂടെ അടുക്കി കുറച്ച് സാധനങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാം ഒന്ന് തുടച്ച് പറക്കി ഒക്കെ വെച്ചിട്ട് ഞാൻ പോയി കുളിക്കാൻ പോയി ഗൈസ്. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിടം നല്ലൊരു ഉറക്കം ഉറങ്ങി. എന്നെ കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, ഞാൻ നല്ല ഉറക്കം ഉറങ്ങി. എന്താ പറയുക, ഒരു ക്ഷീണം വിട്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഉറങ്ങി മതിയായിട്ടും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ പുറത്ത് പോകണം എനിക്ക്, അതായത് എൻ്റെ അനിയത്തീനെ, അതായത് എൻ്റെ ഏട്ടൻ്റെ വൈഫിനെ കൂട്ടിക്കൊണ്ട്. ആൾക്ക് ഇവിടെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആൾക്ക് വെക്കേഷനായി, കോളേജിൽ വെക്കേഷൻ ആയതുകൊണ്ട് അവളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഞാൻ കുളിച്ച് റെഡിയായി ഇറങ്ങി. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ ഞാൻ ഈ ഹെൽമെറ്റ് വെച്ച് ആരെന്നെ കളിയാക്കല്ലേ. സംഭവം എന്ന് വെച്ചാൽ മുടിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്താ പറയുക, സ്മൂത്തനിങ് ചെയ്തിട്ടുള്ളതുകൊണ്ട് വേറെ വലിയ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ബെൻഡാവും. അപ്പോൾ ഇതാകുമ്പം വലിയ ബെൻഡും കാര്യങ്ങളൊന്നും വരില്ല. മാത്രമല്ല ഹെൽമെറ്റ് വെച്ചതുമായി മുടി ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ഒരു കേടും വരില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അങ്ങനെ ഞാൻ വണ്ടിക്ക് എടുത്ത് നേരെ വലിയമ്മയുടെ വീടാണ് കേട്ടോ. ഇത് ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ കഥയൊക്കെ അടച്ചിട്ടേക്കായിരുന്നു. പിന്നെ കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് ആളെയൊക്കെ കൂട്ടി വന്ന്. ഇത് കണ്ടോ, വെറുതെ ഞാൻ അവിടെ നിന്നപ്പം ശംഖുപുഷ്പം ഇല്ലേ ഗൈസ്, എനിക്കിതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു കളർ ഞാൻ അഡിക്റ്റാണ്. ഇതിങ്ങനെ ഒരു പൂവ് ആദ്യമായിട്ടുണ്ടായതാണ്. അപ്പം ഞാൻ വെറുതെ അതെടുത്ത് വെച്ച് കയ്യിലൊരു ഫോട്ടോയൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ അനിയത്തി, ഏട്ടൻ്റെ വൈഫാണ്. അപ്പോൾ പുള്ളിക്കാരി ഞാനും കൂടെ ദോശയൊക്കെ ചുട്ട് ഇതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ